നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുന്നു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പാമ്പിനെയും 15 മുട്ടകളുമാണ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുന്നു. 4 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. മെയ് 6 വരെ സംസ്ഥാനത്ത് താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം മെയ് 6 വരെ അവധി പ്രഖ്യാപിച്ചിരുന്നു. NCC, NSS എന്നിവയുടെ പകൽ സമയത്തെ പരിശീലനം, പരേഡ്, ഡ്രിൽ തുടങ്ങിയവ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ചിലയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും. പൊതുജനങ്ങൾക്ക് ഇടിമിന്നൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പാമ്പിനെയും 15 മുട്ടകളുമാണ് കണ്ടെത്തിയത്. സമീപത്തെ ഹോട്ടൽ ജീവനക്കാരാണ് പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുരം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മതിലകം ഓണച്ചമാവ് സ്വദേശി മുല്ലച്ചാം വീട്ടിൽ മുഹമ്മദ് മൻസൂറിനെയാണ് മതിലകം ഇൻസ്പെക്ടർ K. നൌഫലും സംഘവും അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തിനിടെ പലതവണ ഇയാൾ യുവതിയെ പീഡിപ്പിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 50 വർഷത്തെ പ്രവർത്തന പരിചയവുമായി സബ്കാർ എന്ന സ്ഥാപനം ഹൈപ്പർ മാർട്ടുമായി പൊയ്യ പൂപ്പത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം KVVES ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ഈ യൂണിറ്റ് ഈ ഗ്രാമപ്രദേശത്ത് വളരെ ഭംഗിയായി പൂപ്പതിയിൽ ഈ സംഘടനാ സംവിധാനത്തെ കൊണ്ട് നടക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്താനും അതും ഭംഗിയായി കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. അത്തരത്തിൽ അദ്ദേഹം ഒരു റോൾ മോഡൽ കൂടിയാണ്. കാരണം ഞങ്ങളുടെ ഇടയിൽ തന്നെ കുറേ ആളുകൾ അങ്ങനെയുണ്ട്. സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചാൽ അവർ പറയും, ഇപ്പോൾ കച്ചവടം നോക്കാൻ സമയം കിട്ടുന്നില്ല, ഞാൻ ഇതിൽ നടക്കുകയാണെന്ന് പറയും. രണ്ടും കൂടി നടത്തണം എന്നുള്ളതാണ് അതിന് ശരി. കച്ചവടം ഇല്ലാതായിട്ട് നേതാവായി നടന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ്റെ നേതാവാകേണ്ടത്. അപ്പോൾ അതിനൊരു മോഡൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പരമേശ്വരൻ ചേട്ടൻ. മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഇത്തരം ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാൻ. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ പുറകോട്ട് പോയി പോകും. അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തെ ദർശിക്കാൻ കഴിയും. ഇന്ന് വലിയ കോർപ്പറേറ്റുകളൊക്കെ ചെറിയ ചെറിയ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വ്യാപാരികൾ വലിയ ഈ കോർപ്പറേറ്റുകളുടെ വലിയ സ്ഥാപനങ്ങൾ കണ്ട് ഞങ്ങൾക്കൊന്നും ഇനി രക്ഷയില്ല എന്ന് പരിതപിക്കുന്നതിന് പകരം തങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത്, ഞങ്ങളും ഒട്ടും പുറകിലല്ല, ഞങ്ങളും അതിന് പ്രാപ്തരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TS രഘു ആദ്യ വിൽപ്പന നടത്തി. KVVS കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ KI നജാഗ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സബ്കാർ പരമേശ്വരൻ, TK കുട്ടൻ, സാബു കൈതാരൻ, MB സുരേഷ്, MS രമേശ്, സബ്കാർ MD PP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സബ്കാർ കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം മുതൽ ഓണക്കാലം വരെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ 2 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ. എല്ലാ ഞായറാഴ്ചയും രാത്രി 8-ന് നറുക്കെടുപ്പ്. സെപ്റ്റംബർ 15-ന് ബമ്പർ നറുക്കെടുപ്പ് നടത്തും.
ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദവരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 5 ഉച്ചയ്ക്ക് 2:30 ചടങ്ങുകൾ. മുൻ വികാരി ഫാദർ ജോസ് പന്തലുകാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനാവും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6 നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30 മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. ആളൂർ പള്ളി വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ ജോൺസൺ വാലപ്പൻ, കൈക്കാരന്മാരായ ജെയ്സൺ ചാതേലി, ജോസ് മാളിയക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഊട്ടുവെഞ്ചിരിപ്പുണ്ടാകും. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 8:30 വിശുദ്ധ കുർബാനയും 10 തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടാകും. പള്ളി വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല, ജോയിന്റ് ജനറൽ കൺവീനർ റിൻഡോ കാളത്തുപറമ്പിൽ, സെക്രട്ടറി ജസ്റ്റിൻ പന്തല്ലിപ്പാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുന്നു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപത്തെ ഷെഡിൽ നിന്ന് അടയിരുന്ന മലമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളമുള്ള പാമ്പിനെയും 15 മുട്ടകളുമാണ് കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.